ഞാൻ സ്വയമേ തീരുമാനിച്ച ഒരു ഡിസിഷൻ ആയിരുന്നു ഇത്, അതായത് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഫാമിലിയിൽ നിന്നൊന്നും ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വരുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ട്രൈബ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നാണ്. ചെറുപ്പത്തിൽ ഞാൻ വീട്ടുമുറ്റത്ത് കളിക്കുമായിരുന്നു. അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ്റെ കൂടെയാണ് കളിക്കുന്നത്. അവൻ്റെ പേര് ഷൈജു എന്നാണ്. അപ്പം അവനാണ് എന്നെ എന്നും കളിക്കാനായിട്ട് ഇങ്ങനെ മുറ്റത്ത് കളിക്കാൻ വേണ്ടിയിട്ട് അവനായിരുന്നു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞാനെന്നും അവന് ബോൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെയാണ് ചെറുപ്പത്തിൽ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കൂടുതലും വരാൻ കാരണം അവനാണ്. പിന്നെ എപ്പോഴും എനിക്ക് പെൺകുട്ടികളെ പോലെ ഇങ്ങനെ അടങ്ങിയിരുന്ന് കളിക്കണ ഒരു പ്രകൃതം അല്ലായിരുന്നു. ചാടല് ഓടി കളിക്കുക. പിന്നെ ആൺകുട്ടികളുടെ കൂടെ തന്നെ ഈ ഓടലാണെങ്കിലും ഒക്കെ വയലിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ മുറ്റത്ത് കളിച്ചിരുന്നത് നേരെ വയലിലോട്ടാവുന്നു വെക്കേഷൻ ടൈമിൽ. പിന്നെ അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ അങ്ങനെ സ്കൂളിലെത്തുന്നു. ബാറ്റും റബ്ബർ ബോളും ആയിരുന്നോ? തീർച്ചയായിട്ടും. ഒത്തിരി അടി കൊണ്ട് പ്ലാസ്റ്റിക് ബോള് അതിനൊക്കെ അത് വെച്ചൊക്കെ ഒരു അടി കൊണ്ട് അറിയാലോ. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ തെങ്ങിന്റെ മടല്, ബാറ്റ്, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തുടക്കം. അതെ അതെ, തീർച്ചയായിട്ടും. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ കുപ്പായത്തിൽ കളിക്കാം, കേരളത്തിന്റെ വലിയ അഭിമാനമായി മാറുക എന്ന് പറയുമ്പോൾ ഞാൻ തെരഞ്ഞെടുത്ത റൂട്ട് ശരിയായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാൻ സ്വയമേ തീരുമാനിച്ച ഒരു ഡിസിഷൻ ആയിരുന്നു ഇത്, അതായത് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഫാമിലിയിൽ നിന്നൊന്നും ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വരുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ട്രൈബ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ എന്ന് പറയുന്നത് പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുക, 18 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിക്കുക, കുടുംബമാവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ്. പക്ഷെ അതിൽ നിന്നും അതായത് ഞാനായിട്ട് സ്വയമേ തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ് ഇത്. പക്ഷേ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എൻ്റെ പാരൻസിനോടാണ്. കാരണം അതായത് ഞാൻ തിരഞ്ഞെടുത്തു, അവരാദ്യമേ ഒന്നും അതിന് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ തുടർന്ന് എൻ്റെ ഓരോ അച്ചീവ്മെന്റ്സ്, അതായത് ഞാൻ ഡിസ്ട്രിക്ട് കളിക്കുന്നു, അതിനുശേഷം സ്റ്റേറ്റ് ക്യാമ്പ്, സ്റ്റേറ്റ്, അങ്ങനെ ഓരോ ലെവല് അച്ചീവ് ചെയ്യുന്ന കണ്ടപ്പോഴേക്കും അവർക്ക് തന്നെ മനസ്സിലായി ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ അവരെന്നെ എൻ്റെ ആ ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്ത് വിശ്വസിച്ച് കൂടെ നിന്നു. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വീട്ടുകാരാവും. തീർച്ചയായിട്ടും. എനിക്കും പേഴ്സണലി, അതായത് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന സോഷ്യലായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ആസ് എ ഡോട്ടർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു അംഗീകാരം അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു.